ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആഫ്റ്റർ എ ലോങ് ടൈം നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. സംഭവം എന്താ വെച്ചാൽ ഒരു അടിപൊളി ഫ്ലവർ വേസ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അതും കംപ്ലീറ്റ് വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ടാണ്. അപ്പോൾ അതിന് നമുക്ക് ആദ്യം വേണ്ടത് ഒരു കംഫർട്ടിൻ്റെ ബോട്ടിലാണ്, പിന്നെ കുറച്ച് ന്യൂസ് പേപ്പറും വേണം. ഇനിയിപ്പോൾ കംഫർട്ടിൻ്റെ കുപ്പി തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഏത് പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുക, അത്യാവശ്യം കുറച്ച് ഷേപ്പുള്ളത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. പിന്നെ അത് കത്രിക വെച്ചിട്ട് അതിൻ്റെ പുറത്തുള്ള ആ ഒരു പ്ലാസ്റ്റിക് കവറൊക്കെ ഫുള്ളായിട്ട് റിമൂവ് ചെയ്യാതെ പെയിൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതത്ര പെർഫെക്ഷൻ കിട്ടില്ല. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഈ പ്ലാസ്റ്റിക് കവറൊക്കെ വലിച്ച് മാറ്റി പൊട്ടിച്ച് അതിൻ്റെ ഒരു പ്ലാസ്റ്റിക് കുപ്പി മാത്രം എടുക്കുക. ഇതാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലത്തെ പ്ലാസ്റ്റിക് കുപ്പി. ഇതിൻ്റെ ബോട്ടിൽ അടപ്പ് ആവശ്യമില്ല, പക്ഷേ ആവശ്യം വന്നു. എന്താ വെച്ചാൽ നമുക്കിതിലൊരു മിക്സ് ഓഫ് വാട്ടർ ഉണ്ടാക്കണം. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ കുറച്ച് ഗ്ലൂ ആഡ് ചെയ്തിട്ടൊരു മിക്സ് വെള്ളം ഉണ്ടാക്കുക. പക്ഷേ ഇത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുക, നല്ലോണം വെള്ളം എടുക്കരുത്. കുറച്ച് വെള്ളവും നല്ലോണം ഗ്ലൂവും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഇത് ഉണ്ടാക്കാൻ. ഞാനിത് ഉണ്ടാക്കിയിട്ടാകുമ്പോൾ ഒരുമാതിരി പാലും വെള്ളം മാതിരി ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ആക്കരുത്. ഇതുമാതിരി ഉണ്ടായത്, പക്ഷേ ഇതിനെക്കാട്ടി കുറച്ചും കൂടി തിക്കാവണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഗ്ലൂ ഇതിൻ്റെ മുകളിൽ തേച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ വീഡിയോ ക്ലിപ്പ് പോയി. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചും കൂടി അധികം ഗ്ലൂ ആഡ് ചെയ്യാൻ നോക്കുക. ഇനിയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്, നമ്മളെ പത്രം എന്താക്കുക വെച്ചാൽ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. വെറുങ്ങനെ വെച്ച് കൊടുക്കരുത്. ഓക്കെ, ഇതിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചലങ്ങാ പുളുങ്ങാ മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ ആക്കി കൊടുക്കുക. ഫുൾ അടിയിലും മുകളിലൊക്കെ ഈ ഒരു രീതിയിൽ ചലങ്ങാ പുളുങ്ങാ മാതിരി ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. പെർഫെക്ഷൻ ആവാൻ പാടില്ല. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പെയിൻ്റ് അടിച്ച് കൊടുക്കണം. പെയിൻറ്റിൽ നല്ല ഇതുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഞാൻ ബ്രൗൺ കളർ വെച്ചിട്ടൊരു വുഡ് ടൈപ്പാണ് ഉണ്ടാക്കാൻ നോക്കിയത്. പക്ഷേ കുറച്ചും കൂടി ക്യൂട്ട് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിങ്ക് കളർ വെച്ച് സ്റ്റാർട്ട് ചെയ്തു. ഒന്നാമത് എൻ്റെ കയ്യിൽ പിങ്ക് കളർ ഉണ്ടായിരുന്നില്ല. 3 ബോട്ടിൽ കുറച്ച് ഉണ്ടായിരുന്നു. അത് 3 മിക്സ് ചെയ്തിട്ടാണ് ഇതിൽ ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്തത്. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ബെറ്റർ ബ്രൗൺ കളർ ചെയ്യുന്നതായിരിക്കും. നിങ്ങളെ ഓപ്ഷൻ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ആഡ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഇത് പകുതി ആകുമ്പോഴത്തേക്ക് പെയിൻറ്റിൻ്റെ അവസ്ഥ ഏതായാലും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഫ്രണ്ടിൽ കാണുന്ന രീതിയിൽ മാത്രം പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഭാഗത്ത് പെയിൻറ്റ് ചെയ്തിട്ടില്ല. ഈ 3 കുപ്പി നമ്മൾ തീർത്തിട്ടുണ്ട് പെയിൻറ്റ്. പക്ഷേ ഇതിൽ ഫുൾ ഉണ്ടായിരുന്നില്ല, പകുതി മാത്രമേ ഉണ്ടായിട്ടു. ഇനി നമ്മളിത് നല്ല രീതിയിൽ വെയിലത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ഉണക്കാൻ വെക്കാം. ഇനി ഇത് ഉണങ്ങുന്ന സമയത്ത് നമ്മൾ റൂം ആകെ വൃത്തികേടായിട്ടുണ്ട്. ഓൾറെഡി ഞാൻ കുറേ പെയിൻറ്റ് അവിടെ ഇവിടെ മറിച്ചിട്ടൊക്കെ ഉണ്ട്. ഇനി ഉണങ്ങുന്ന സമയത്ത് ഫുള്ള് ക്ലീൻ ചെയ്യാനാണ് അടുത്ത പരിപാടി. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇത് ഉണങ്ങിയിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഞാനൊരു ഫ്ലവറിൻ്റെ സ്റ്റിക്കറാണ് ഒട്ടിക്കാൻ കഴിഞ്ഞത്. പക്ഷേ കറക്റ്റ് ടൈമിൽ അത് കാണാതായി. പിന്നെ ഞാൻ ഉള്ള സ്റ്റിക്കർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു ഒരു ഡോട്ട് പോലെയുള്ള സ്റ്റിക്കർ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഞാൻ ഒട്ടിച്ചിട്ടാണ് ഉള്ളത്. പിന്നെ ഇപ്പോൾ ഈ ഒട്ടിച്ചപ്പോൾ തന്നെ എൻ്റെ പകുതി കോൺഫിഡൻസും പോയി. എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ച രീതിയിലല്ല ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഒരു പേപ്പർ ത്രെഡൊക്കെ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചിട്ട് ഒരുമാതിരി ഡിസൈൻ പോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടി അടിപൊളിയാക്കായിരുന്നു എന്ന് പിന്നെ എനിക്ക് തോന്നി. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ചുറ്റും ഞാൻ തെർമാക്കോൾ ബോൾസും കൂടി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഫൈനൽ ലുക്കിന് ഒരു ബോവും കൂടി കെട്ടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു പിങ്ക് കളറാണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും ബോൻ്റെ കളറ്. പക്ഷേ വൈറ്റും കുഴപ്പമില്ല അല്ലേ. അപ്പോൾ എനിക്കറിയാം നിങ്ങൾക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. ബട്ട് എൻ്റെ ഒരു ഹാർഡ് വർക്ക് കൊണ്ടാണ് ഞാനിപ്പം ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. നിങ്ങളുടെ നെഗറ്റീവും പോസിറ്റീവായുള്ള കമൻറ്റ് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.